നിപ്പ ഭീതി പരത്തുന്നതിനിടെ അതിന് കാരണക്കാരായ വവ്വാലുകളുടെ ശല്യത്താൽ പൊറുതിമുട്ടുകയാണ് ഷൊർണൂരിലെ ഒരു ഗ്രാമം. ചുടുവാലത്തൂർ ക്ഷേത്രത്തിന് സമീപത്തുള്ള മരങ്ങളിൽ ആയിരക്കണക്കിന് വവ്വാലുകളാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്. പ്രദേശത്ത് 100-ലധികം കുടുംബങ്ങളാണ് താമസിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരങ്ങളിലാണ് വവ്വാലുകൾ കൂട്ടമായി എത്തിയിരിക്കുന്നത്. വീടിന്റെ കിണറുകളിൽ വവ്വാലുകൾ മലമൂത്ര വിസർജനം നടത്തുന്നതിനാൽ എല്ലാ വീടുകളിലെ കിണറുകളും ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുകയാണ്. വവ്വാലുകളുടെ വിസർജനം കൊണ്ട് ജനങ്ങൾ വീടുകൾക്ക് പുറത്ത് കുടയെടുത്തു വേണം ഇറങ്ങാൻ. തുണികൾ പുറത്തുണക്കാൻ കഴിയാത്ത അവസ്ഥയുമാണ് എന്നാണ് നാട്ടുകാരുടെ പരാതി. കാലിൽ ഞാൻ ചെരുപ്പിടാൻ ഇഷ്ടമില്ലാത്ത ഇപ്പൊ കാലിൽ ചെരുപ്പ് വേണം, കയ്യിൽ കുടയും വേണം. തലയ്ക്ക് മീത കുട പിടിച്ചിട്ടേ നടക്കാൻ പോകും. ഞാൻ വേനൽക്കാലത്ത് കൂടി കുട ഉപയോഗിക്കാത്തോളാണ്. ഇപ്പൊ കുടയും വേണം, ചെരുപ്പും വേണം. മുറ്റത്ത് കൂടെ എന്നാലും ഇറങ്ങാൻ നിർത്തിയില്ല. സന്ധ്യയായ പിന്നെ ചില ദിവസങ്ങളിൽ ഇരിക്ക തൊഴിലില്ല. രാവ് പകല് നെലി വിളിയാണ്. ഞങ്ങള് കുടിവെള്ളത്തിന്റെ പ്രശ്നമാണ്. വളരെ ഈ പൈപ്പിലെ വെള്ളം കുടിക്കാൻ വളരെ ഉത്തമമൊന്നുള്ള സാധനമല്ല. എന്റെ കിണറ്റിൽ യാതൊരു ഇതുമില്ലാത്ത ഒറിജിനൽ നല്ല വെള്ളം. പുറത്തേക്ക് ഇറങ്ങാൻ നിർത്തിയില്ലാത്ത തുണി വെള്ള തുണിയോട് തിരുമ്പോ ഇടാൻ നിവൃത്തിയില്ല. കിണറെല്ലാം ഞങ്ങൾ മൂടി വെച്ചിരിക്കുക, ഷീറ്റിട്ട് മൂടി വെച്ചിരിക്കുക. കിണറിൽ വെയിൽ കൊള്ളാമെന്നാണ് പറയുന്നത്, അതില്ല. പിന്നെ മുറ്റം മുഴുവൻ കാഷ്ടിച്ച് കൃഷിയൊന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ ചീരയൊക്കെ കൃഷി ചെയ്യാനായിരുന്നു, അതിലെല്ലാം കാഷ്ടിക്കുക. പച്ചക്കറികൾ മുഴുവൻ കാഷ്ടിക്കുകയാണ്. തുണി ഒന്നും പുറത്തിടാൻ നിർത്തില്ല. അങ്ങനെ വല്ലാത്ത ബുദ്ധിമുട്ടിലാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും പരിഹാരം ഉണ്ടായാൽ നന്നായിരുന്നു. പകൽ മരങ്ങളിൽ തൂങ്ങിക്കിടക്കുന്ന വവ്വാലുകൾ രാത്രിയിൽ പ്രദേശത്ത് കൂട്ടത്തോടെ പറക്കുന്നു. വാഹനയാത്രക്കാർക്കും ഇവ അപകട ഭീഷണിയാകുന്നുണ്ട്. നഗരസഭയ്ക്കും വനം വകുപ്പിനും ജില്ലാ കളക്ടർക്കും പരാതി നൽകിയെങ്കിലും ഇതുവരെയും നടപടിയുണ്ടായില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കുറേയധികം വവ്വാലുകൾ നിത്യ ജീവിതത്തിന് ഭീഷണിയായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ആശങ്കയുണ്ട്. ഈ പരിസര പ്രദേശത്തുള്ള എല്ലാവർ വെള്ളം കുടിക്കാനും ഒക്കെ നമുക്ക് വളരെ ആശങ്കയോടുകൂടിയാണ്. നമ്മൾ പല അധികാരികളോട് കാര്യം പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പൽ ചെയർമാനോട് ഇൻഫോം ചെയ്തിട്ടുള്ളതാണ്. ഒരാക്ഷൻ ഇല്ല. മുനിസിപ്പൽ കൗൺസിലർ പറഞ്ഞു ഒരാക്ഷൻ ഇല്ല. കിണർ ടാർപോളിട്ട് മൂടി വെച്ചിരിക്കുക, വെള്ളം കുടിക്കാൻ പാടില്ല. ഇപ്പോൾ മണ്ണാർക്കാട് എത്തിയെന്നാണ് പറയണത് നിപ്പ. അതിനിപ്പോൾ ഇങ്ങോട്ട് വരാൻ അധികം താമസം ഉണ്ടാവില്ല. അപ്പോൾ ഹെൽത്ത് മിനിസ്റ്റർ കഴിയുന്ന വിധത്തിൽ ഇടപെട്ടിട്ട് അതൊന്ന് മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാൻ നോക്കണം. അത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെയാണ് ഇതല്ലേ. അയാളോട് പറഞ്ഞിട്ടും ഒന്നും ആക്ഷൻ എടുക്കുന്നില്ല. എന്നാൽ മരങ്ങൾ മുറിച്ചുമാറ്റിയതുകൊണ്ട് മാത്രം വവ്വാൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലെന്നും വനം വകുപ്പുമായി ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നും നഗരസഭാ അധ്യക്ഷൻ MK ജയപ്രകാശ് പറഞ്ഞു. വവ്വാലിനെ നമുക്കങ്ങനെ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കില്ല. സർക്കാരിന്റെ ജീവികളോടുള്ള ചില സമീപനങ്ങളുണ്ട്. അത് സെൻട്രൽ ആക്ടുമായൊക്കെ ബന്ധപ്പെട്ടതാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ നിയമപരിരക്ഷയിൽ വരുന്ന കുറെ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിനെ നശിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. ഇപ്പം നമ്മൾ മൊത്തത്തിൽ മരം വെട്ടിക്കഴിഞ്ഞാൽ അത് അടുത്ത മരത്തിൽ കയറിയിരിക്കും. ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ആളുകളുടെ ആശങ്ക വളരെ പ്രധാനമാണ്. പക്ഷെ അതേസമയം നമുക്ക് ചില പരിമിതികൾ, നഗരസഭ എന്ന നിലയിൽ ചില പരിമിതികളുണ്ട്. അപ്പോൾ കൂടുതൽ വ്യക്തത വരുത്താനായിട്ട് നമ്മൾ ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഫോറസ്റ്റിനെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ആലോചിച്ച് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. UTV ന്യൂസ്, പാലക്കാട്.